ശ്രീ ഉല്ലാസ് ബാബു, മോദിയുടെ ഗ്യാരണ്ടിയിൽ ഒരു പൊൻതൂവൽ കൂടിയായി മാറുകയാണോ CAA? BJPയുടെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു CAA നിയമം നടപ്പിലാക്കുമെന്നുള്ളത്. ആ നിയമം പാൻഡമിക് സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ആ നിയമം നടപ്പിലാക്കിയതിൻ്റെ ചട്ടങ്ങൾ ഇറക്കുന്നതിൽ ചില കാലതാമസങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഭാഗമായിട്ട് ഇറക്കുന്ന മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടന തന്നെയാണ്. ഇവിടെ അതിനെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെല്ലാം അതൊരു രാഷ്ട്രീയമായിട്ട് മാത്രമാണ് അത് കാണാൻ സാധിക്കുള്ളൂ. 1955 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് കൃത്യമായി ഒരു രാജ്യത്തിൽ അനുഭവിക്കുന്ന ഒരു റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ റിലീജിയസ് ഇൻടോളറൻസ് കാരണം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഈ നാട്ടിലേക്ക് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിയമമാണ് CAA. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരനും പൗരത്വം നഷ്ടപ്പെടുത്തുന്നതിനുള്ള നിയമമല്ല, പൗരത്വം കൊടുക്കുന്നതിനുള്ള നിയമമാണ്. അതിനെ ആൻറ്റി മുസ്ലിം നിയമമെന്നും ആർട്ടിക്കിൾ 14 വയലേഷനാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിനെ ഈ രാജ്യത്തിൻ്റെ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾക്ക് കൊടുത്ത കടുത്ത അടി തന്നെയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പെട്ടെന്നാക്കിയത്. സുപ്രീം കോടതി ഇന്ന് വരെ ഇത് സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. സുപ്രീം കോടതിയിൽ 200-ൽ പരം പെറ്റീഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് അവർ പരിഗണിക്കും. പക്ഷേ അതിനു മുമ്പ് തിടുക്കപ്പെട്ടത് അതിനെ സ്റ്റേ ചെയ്യുകയോ അത് ശരിയല്ല എന്നോ ഒരു ഡയറക്ഷൻ വരികയോ ഒന്നും ചെയ്തില്ല. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായ സൂചനയുള്ള കാര്യമാണ്. ഇതൊക്കെ ആവശ്യകരമായ കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അനുസരിച്ച് ചില ആളുകൾ, ന്യൂനപക്ഷങ്ങൾ, എന്താ അതിൻ്റെ അടിസ്ഥാനമുള്ളത്? 1948 പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദു വിഭാഗങ്ങളുടെ എണ്ണം എന്ന് പെർസെൻറ്റേജ് എന്ന് പറയപ്പെടുന്നത് 30%. അത് ഇന്ന് 2%-ലേക്കും 3%-ലേക്കും വീണിരിക്കുന്നു. ബംഗ്ലാദേശിൽ 26-ൽ നിന്ന് 5-ലേക്കും 8-ൻ്റെയും ഇടയിലേക്കും മാറിയിരിക്കുന്നു. ഇതൊക്കെ അവിടെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ഈ പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മൻമോഹൻ സിംഗ് അടക്കമുള്ള ആളുകൾ, 20ാം പാർട്ടി കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ, റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് കാര്യം വ്യക്തമായി പരിഗണിക്കണമെന്ന് കൃത്യമായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പുറത്തും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു പ്രയാസം, അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംവിധാനം 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന് ഭയപ്പെടുമ്പോൾ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കൊണ്ടുവരിക, അവിടെ ജാതി മത വർഗ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, ആ വോട്ടുകളിലൂടെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താനുള്ള തത്രപ്പാടിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്. ഇത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഇതൊരു തീരുമാനം, നല്ല തീരുമാനമാണ്. ആ തീരുമാനം BJP കൃത്യമായി മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. ആ പറഞ്ഞിട്ട് മാൻഡേറ്റ് മേടിച്ചിട്ടാണ് BJP അധികാരത്തിൽ വന്നത്. പറഞ്ഞ കാര്യങ്ങൾ BJP കൃത്യമായി പാലിക്കപ്പെടുന്നു എന്ന് മാത്രമാണ് ഇതിനകത്തുള്ളത്.